അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും. ഇവരുടെ മൂന്നിൻ്റെ പേരുകൾ തുടക്കം എനിക്ക് തോന്നുന്ന ഡിക്ലറേഷൻ വന്നപ്പോൾ മുതൽ ഇതായിരുന്നു ചർച്ച. പിന്നെ ഈ പറയുന്ന സമവായ സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പേരും ഉണ്ടായിരുന്നു. അതും ഒരു സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, ചർച്ചകളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് വേറെ എന്തെങ്കിലും വിസ്മയം നടക്കുമെന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ വിസ്മയം എന്ന് പറയുന്നത് വണ്ടൂർ MLA ആയ AP അനിൽകുമാറാണ്. അതായത് ഈ പറയുന്ന കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനാണ്. അപ്പൊ കെ സിക്ക് നിർദ്ദേശിക്കാൻ എന്തായാലും കെ സി നിർദ്ദേശിക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരുവഞ്ചൂര് കഴിഞ്ഞ അടുത്ത സീനിയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് AP അനിൽകുമാർ ആയതുകൊണ്ടും അനിൽകുമാറിനെ നിർദ്ദേശിക്കാമെന്നും അങ്ങനെ ഒരു വിസ്മയം കൂടി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത്. അത് വിസ്മയമൊന്നുമല്ല, അതൊക്കെ ബ്ലണ്ടറാണ്. വിസ്മയം എന്ന് പറഞ്ഞ വാക്ക് കൊണ്ടുവന്നത് അവരാ. അത് ശരി തന്നെ. പക്ഷേ AP അനിൽകുമാർ മുഖ്യമന്ത്രി ആകുക എന്ന് പറയുന്നത് വിസ്മയമൊന്നുമല്ല. അത് കോൺഗ്രസ് പാർട്ടിയുടെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വണ്ടൂരിൽ നിന്ന് ആകെ ജയിക്കുന്ന ഒരേ ഒരു MLA അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന് ആകെ ഉള്ള ഒരു കോൺഗ്രസ് സീറ്റ് അതാണ്. അതിലാണ് ഈ ഇദ്ദേഹം വരുന്നത്, AP അനിൽകുമാർ. പുള്ളി 2011 മുതൽ ഈ നിമിഷം വരെ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ആ മണ്ഡലത്തിൽ നിന്ന്. ഈ ലീഗിൻ്റെ വോട്ടും ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ആ വോട്ട് നേടി പുള്ളി ജയിച്ച് സഭയിലെത്തുന്നു. അപ്പോൾ ഇത്തവണ കെ സി വേണുഗോപാലിൻ്റെ വിശ്വസ്തനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സിയുടെ നോമിനി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഇപ്പം അനിൽകുമാറും ചീത്തവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് വണ്ടൂർ മേഖലയിൽ. കാര്യം വണ്ടൂർ മേഖലയിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ മുസ്ലിം ലീഗുകാരാണ് കൂടുതലും. മലപ്പുറം ജില്ലയുടെ ഭാഗമല്ലേ വണ്ടൂർ, അപ്പോൾ അവിടെ മുസ്ലിം ലീഗാണ്. അപ്പം മുസ്ലിം ലീഗിന് ഉണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനാണ് പ്രാധാന്യം. എന്ന് വെച്ചാൽ വി ഡി സതീശനെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം, മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലീഗിനെ എങ്ങനെ അല്ലെങ്കിൽ വി ഡി സതീശന് വേണ്ടിയിട്ട് ചങ്ക് പറിച്ചു കൊടുത്തുകൊണ്ട് അവർ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈ AP അനിൽകുമാർ എന്ന് പറയുന്ന ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് കെ സി വേണുഗോപാൽ കളിക്കാൻ പോകുന്നത്. അത് മണ്ടത്തരമായിരിക്കും. കാരണം അതോടുകൂടി മലപ്പുറം ജില്ല കയ്യിൽ നിന്ന് പോകുന്ന ലക്ഷണം. അതായത് മലപ്പുറം ജില്ലയിൽ ഇനി മേലാൽ AP അനിൽകുമാർ ജയിക്കില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇതിനെ കൊണ്ടൊന്നും കാര്യമില്ലെന്ന്. ഈ AP അനിൽകുമാറിനെ കൊണ്ട് അവിടെ വന്നിരുന്ന് എന്ത് കാണിക്കാനാ? ഇതുവരെ നമ്മൾ നോക്കൂ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഈ പറയുന്ന AP അനിൽകുമാറിന്റെ ഒരു ബൈറ്റ് നമ്മൾ കണ്ടുണ്ടോ? 2011 പോലെ മന്ത്രിസഭയിലുണ്ടല്ലോ, അല്ലെങ്കിൽ സഭയിലുണ്ടല്ലോ, നിയമസഭയിൽ. എപ്പോഴെങ്കിലും കോൺഗ്രസ് ഒരു മന്ത്രിയായിട്ടെങ്കിലും പരിഗണിച്ച ഒരാളാണ് AP അനിൽകുമാർ? എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചാൽ ഈ കെ സി വേണുഗോപാൽ ഇവിടുന്ന് ഓടിച്ചു വിടണം. അയാൾ എന്തോ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കെ സി എന്തോന്ന് ജനറൽ സെക്രട്ടറിയാ, സംഘടനാ ജനറൽ സെക്രട്ടറി, എങ്ങനെ പറയാൻ പറ്റും? അത്രയ്ക്ക് ബുദ്ധിശൂന്യമായ നടപടി കാണിക്കുമ്പോൾ. അപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കെ സിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പേര് പിന്തുണ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എങ്ങാനും എൻ്റെ പേര് വീണാലോ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ 47 പേരോളം കെ സി വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. ഇനി കെ സി വേണ്ട എന്ന് വിചാരിച്ചു, കെ സി സ്വയം അങ്ങ് തീരുമാനിക്കുന്നു, ഞാൻ മുഖ്യമന്ത്രി ആകുന്നില്ല, പകരം ഞാൻ നിർദ്ദേശിക്കുന്ന ആളെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന് മുന്നിൽ നിർദ്ദേശം വെച്ചു. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു കഴിഞ്ഞാൽ എൻ്റെ പേര് ഒഴിവാക്കരുത് എന്ന് കെ സി വേണുഗോപാലിന് തോന്നണം. അതായത് ഒരാളുടെ പേര് ഒഴിവാക്കാൻ പാടില്ല എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് ടി സിദ്ദിഖ് അടക്കമുള്ള മരപ്പാഴികളെല്ലാം കൂടിയിട്ട് ഈ പറയുന്ന കെ സി എഴുതി കൊടുത്തിരിക്കുന്നത്. പിടികിട്ടിയോ? അപ്പം ഇപ്പൊ സണ്ണി വക്കീൽ എഴുതി കൊടുത്തേ, സണ്ണി വക്കീലും കെ സിക്കാ കൊടുത്ത് അനുകൂല ഭാവം അവിടെ പ്രകടിപ്പിച്ചിരിക്കുക. എന്തിനാ എഴുതി കൊടുത്ത്? വെറുതെ ആണെന്നാണോ വിചാരിച്ചത്? സണ്ണി വക്കീലിന്റെ മനസ്സിൽ നിഷ്കളങ്കമായ ഭാവത്തോടു കൂടി സണ്ണി വക്കീൽ എഴുതി കൊടുത്തെന്നാണോ? അല്ല. ഈ പറഞ്ഞ വീഡിയോ ഒഴിവാക്കി രമേശ് ചെന്നിത്തല ഒഴിവാക്കി കഴിയുമ്പോൾ സണ്ണി വക്കീലിന് കൃത്യമായിട്ട് നറുക്ക് വീഴണം. കെ സിയുടെ മുന്നിലുള്ള നല്ല പിള്ള ആരായിരിക്കണം? സണ്ണി വക്കീലായിരിക്കണം. ഈ ഒരു ചിന്തയുടെ പുറത്താ ടി സിദ്ദിഖ് എഴുതി കൊടുത്ത് ചുമ്മാ ആണെന്നാണോ വിചാരിച്ചേ? സന്ദീപ് വാര്യർ പിന്നെ ഗുണമൊന്നുമില്ല. സന്ദീപ് വാര്യർ മുഖ്യമന്ത്രി പോയിട്ട് ഇനി നേരെ നല്ലൊരു മന്ത്രി പോലും ആവില്ല, അത് വേറൊരു കാര്യം. അപ്പം ഈ പറയുന്ന അങ്ങനെ ചില കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാവരും കെ സിയെ താങ്ങി നടക്കുന്നത്. ഈ സണ്ണി വക്കീൽ അടക്കമുള്ള ആൾക്കാർ അവർക്ക് ഗുണം കിട്ടണം, മന്ത്രിയാവണം, മുഖ്യമന്ത്രിയാവണം, സമവായ മുഖ്യമന്ത്രി. തിരുവഞ്ചൂർ കുപ്പായം തയ്പ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ല. തിരുവഞ്ചൂരിനെ കൊണ്ടൊന്നും ഇനി മേയിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാലം മാറി. ഒന്നാമത് കാലം മാറി. തിരുവഞ്ചൂരൊക്കെ പഴയ സ്കൂളാ.
ഇപ്പോഴും മേളോട്ട് നോക്കി ആകാശപാതയ്ക്ക് പിന്നെ കാല് കളിക്കുന്ന പറഞ്ഞ് നടക്കുന്ന ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പൊ അതുകൊണ്ട് പുള്ളി പഴയ സ്കൂളാ. പുള്ളിയെ കൊണ്ടൊന്നും ഇനി ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇനി കോട്ടയംകാരെ കൊണ്ട് സമരം ചെയ്യിക്കണം. ആകാശപാതയുടെ മേളിൽ കയറുന്നുണ്ട്, ഇത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളെ തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആകാശപാതയുടെ മേളിൽ കയറിക്കൊണ്ട് സമരം ചെയ്യിക്കണം. അപ്പൊ ഇപ്പൊ കുറുപ്പന്തറയിൽ മറ്റേ പെട്ടിയോട്ടയുടെ മേളിൽ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ട് തലയിൽ പെട്രോൾ ഒഴിച്ച് തന്നൊരു വിഡ്ഢിയുണ്ട്. ഏതെങ്കിലും വഴിയൊക്കെ പോകുന്ന ഒരുത്തം വെറുതെ തീപ്പെട്ടി വരച്ചിട്ട് കാണിച്ചാൽ മതിയില്ല, നിന്ന് എരിയത്തില്ലേ, നിന്ന് കത്തിപ്പോത്തില്ല. സ്വന്തം ജീവൻ പണയം വെച്ചോണ്ടാണോ പിന്നെ വല്ലവനും വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ ഇറങ്ങുന്നത്? അത് ഏത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും വല്ലവന്റെയും പിന്നെ സ്വന്തം ജീവന് പെട്രോൾ ഒഴിച്ച് കൈ വെച്ചോണ്ടാ ഈ മണ്ടത്തരം കാണിക്കാൻ നിൽക്കുന്നത്. പണ്ട് അറിയാമല്ലോ, കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലേ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണം പെരപ്പുറത്ത് കയറിയിരുന്നത് പുതുപ്പള്ളിയിൽ. ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിനെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പുള്ളിയുടെ ഉമ്മൻചാണ്ടിയുടെ വീടിന്റെ മേളിൽ കയറിയിരുന്നു കുറെ എണ്ണം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. അപ്പൊ അതുപോലത്തെ വെറും ആഭാസങ്ങൾ, ഈ സമരാഭാസങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള പരിപാടികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഉത്തരേന്ത്യൻ സംസ്കാരത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾക്ക് വേണം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരാൾ ആ വിദ്യാസുരന്റെ ദേഹത്തെ ഇപ്പോഴത്തെ ചൂടടിച്ചാലും മതി കത്തിപ്പോകും. അപ്പൊ അത്രയും വലിയ മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പൊ ഈ ഒരു ഉത്തരേന്ത്യൻ സ്റ്റൈലിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ ഈ നിലയ്ക്കാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി തീരുമാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഇനി കുറച്ച് പേര് തിരുവഞ്ചൂരിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ആകാശപാതയുടെ മേളിൽ കയറുന്നുണ്ട്, ഞങ്ങളുടെ തിരുവഞ്ചൂരിനെ മന്ത്രിയാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ സമരം വരും. പറയാൻ പറ്റത്തില്ല, കാര്യം നമ്മുടെ ട്രെൻഡ് അങ്ങനെ ആയി. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ തന്നെയല്ല, ഈ തിരുവഞ്ചൂരൊക്കെ പഴയ കാലത്തെ സ്കൂളാണ്. പുള്ളിക്കൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒന്നും ഇനി മാറാനൊന്നുമില്ല, പ്രായം കുറേ ആയില്ലേ, ഇനിയും പുള്ളി മാറാനൊന്നും പോകുന്നില്ല. പുള്ളി ഇതേ ലെവലിൽ തന്നെ അങ്ങ് പോവും. പിന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയായുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഭയങ്കര പരാജയമായിരിക്കും, ഭൂലോക തോൽവിയായിരിക്കും. പുള്ളിക്ക് ആഭ്യന്തരം കൊടുത്ത സമയത്ത് പുള്ളി ഉമ്മൻചാണ്ടിയെ പൂട്ടി, അത് വേറൊരു കാര്യം. അതേ നടന്നിട്ടുള്ളൂ. അല്ല വേറെ എന്താണ് ആഭ്യന്തര വകുപ്പിൽ ഇരുന്നിട്ട് പുള്ളി ഇവിടെ പിന്നെ തേനും പാലും ഒഴുകി തന്നിട്ടുണ്ടോ ഡിപ്പാർട്ട്മെന്റിനായിട്ട്? ഒന്നും ചെയ്തിട്ടില്ല. തിരുവഞ്ചൂർ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമില്ല. തിരുവഞ്ചൂർ ആരോടെങ്കിലും പിന്നെ ഒരു കാര്യം പറഞ്ഞ് പിടിപ്പിക്കണം, ഇംഗ്ലീഷ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് പിടിപ്പിക്കണമെങ്കിൽ 3-4 ദിവസം എടുക്കും. ഏതെങ്കിലും ഒരു പ്രോജക്റ്റ്, ഇപ്പം പിന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, ഇതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് എന്ന് തിരുവഞ്ചൂർ പറഞ്ഞു വരുമ്പോൾ 4 ദിവസം എടുക്കും. അപ്പൊ പിന്നെ അവസാനം അത് ഈ പ്രോജക്റ്റ് ചെയ്യാൻ വരുന്നവരത് കളഞ്ഞിട്ട് പോവുകയും ചെയ്യും. അതാണ് തിരുവഞ്ചൂരിന്റെ പ്രശ്നം. പണ്ട് നസ്രിയ ആ പെണ്ണിന്റെ പേര് ഇതിന്റെ സമയത്ത് ഈ അവാർഡ് സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് 2 ദിവസം കൊണ്ടാണ് പറഞ്ഞത്. അതിനു മുമ്പ് ഒരാഴ്ചക്ക് മുമ്പ് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചു. എന്നിട്ടും വന്നിരുന്ന് വാർത്ത പിന്നെ ഈ പത്രസമ്മേളനം നടത്തിയപ്പോൾ തെറ്റിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നമുക്ക് മുഖ്യമന്ത്രിയായിട്ടൊന്നും പറ്റത്തില്ല. അപ്പൊ കേവലം അതെങ്കിലും മിനിമം പറയാനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തിരുവഞ്ചൂർ എന്ന് പറഞ്ഞാൽ അമ്പേ പരാജയമായിരിക്കും. അതുകൊണ്ട് ഈ സമവായ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തി കഴിഞ്ഞാലും തിരുവഞ്ചൂർ ഗതി പിടിക്കത്തില്ല. പിന്നെ അതുപോലെ AP അനിൽകുമാർ, അതും ഗതി പിടിക്കത്തില്ല. അതൊന്നും കാര്യമൊന്നുമില്ല. ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ഇപ്പം രമേശ് ചെന്നിത്തല പോലും അതിനുള്ള ക്വാളിറ്റി ഉള്ള മനുഷ്യനൊന്നുമല്ല. നമുക്ക് തോന്നിയിരുന്നു നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്ന്. പക്ഷേ പുള്ളിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, അങ്ങോട്ടിട്ടാ അങ്ങോട്ട്, ഇങ്ങോട്ടിട്ടാ ഇങ്ങോട്ട് എന്ന് പറയുന്ന തരത്തിൽ അവിടെയും സൂചിപ്പിച്ചിരിക്കും. ഇവിടെ ഇപ്പോൾ KCയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ KC വിചാരിക്കും എൻ്റെ വിശ്വസ്തരാന്ന് വിചാരിക്കും. VD സതീശൻ്റെ കൂടെ നിന്ന് ചായ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ VD സതീശൻ വിചാരിക്കും ഇങ്ങനെ ഞാൻ മിസ് ചെയ്തു ഒരുപാടെന്ന് പറഞ്ഞിട്ട് VD സതീശൻ ചേർത്ത് പിടിക്കും. തിരുവഞ്ചൂരിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ തിരുവഞ്ചൂരും വിചാരിക്കും അയ്യോ പാവം എൻ്റെ ഞാൻ എത്രയും മിസ് ചെയ്ത മനുഷ്യനായത്. എല്ലാവരും അങ്ങനെ ചിന്തിക്കും. ആണ് പിന്നെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അതൊന്നും അത്തരം ക്വാളിറ്റി കൊണ്ടൊന്നും ഒരു മുഖ്യമന്ത്രിയായിട്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം കേരളം ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന ഒരു ഡെവലപ്മെൻ്റൽ സ്ട്രക്ചറുണ്ട് കേരളത്തിൻ്റെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഇനി ഒരു ലോക്കൽ കയറി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനെ നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള അല്ലെങ്കിൽ ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിക്കാൻ തക്ക ശേഷിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ഇനിയും മുഖ്യമന്ത്രിയായിട്ട് വരേണ്ടത്. അതിന് രമേശ് ചെന്നിത്തലയെ കൊണ്ടൊന്നും പറ്റില്ല. രമേശ് ചെന്നിത്തല ഒന്നും ഈ പറയുന്ന പോലെ ഒരു പ്രോജക്റ്റ് ആകെപ്പാടെ കൊണ്ടുവന്ന ഓപ്പറേഷൻ കുബേര, എന്നിട്ട് അത് എവിടെ ബ്ലേഡുകാരെ പിടിക്കാനാന്നും പറഞ്ഞിട്ടാണ് ഓപ്പറേഷൻ കുബേര. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാണ്ടികൾ പൈസയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. 10 രൂപ പലിശയ്ക്ക് 20 രൂപ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞാൽ ബ്ലേഡ് കമ്പനികൾ ഇന്ന് നടക്കുന്നുണ്ട്. എന്നിട്ട് എവിടെ ഓപ്പറേഷൻ കുബേര നടപ്പിലാക്കിയത്? അതൊന്നും ഫലപ്രദമായിട്ടില്ല. അത് കുറെ കാലം എടുത്ത് പൊക്കിക്കൊണ്ടാണ്. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൻ്റെ സമയത്ത് ഏതാണ്ട് ഇവിടെ മലമറിച്ചിട്ടുണ്ടോ പിന്നെ രമേശ് ചെന്നിത്തല? എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു ആരോപണം സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന് സർക്കാരിനെ ഡെഡ് ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ തന്നെ കൊണ്ടുവന്നൊരു സ്പ്രിംഗ്ലർ ഡേറ്റ എന്താ പറയുക, ഡേറ്റ കവർച്ച,
ഡേറ്റ ചോർച്ച നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഹൈക്കോടതി പോയി കഴിഞ്ഞപ്പോൾ ഇൻഡാസ് ഹൈക്കോടതി നിന്ന് കിട്ടി, ഏറ്റവും നല്ല സർക്കാരാണ് ഇതെന്നും ഇതും മേടിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. അപ്പൊ ഈ രമേശ് ചെന്നിത്തലയെ കൊണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ പറ്റൂ, അല്ലാതെ ഒരു കാര്യമാത്ര പ്രസക്തമായ ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനോ വകുപ്പുകളെ ഏകോപിപ്പിക്കാനോ ഉള്ള ശേഷിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ ആര് മുഖ്യമന്ത്രി ആയാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവും. കാരണം ചെന്നിത്തലയുടെ പിന്നെ ആകപ്പാടെ വി ഡി സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന 6 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പിന്നെ ചെന്നിത്തലയുടെ പക്ഷക്കാരും കെ സിയുടെ പക്ഷക്കാരുമോ. കെ സി ഒരടാ അവൻ വിളിക്കും നീ പോകണ്ട. അപ്പം കെ സിയുടെ പക്ഷക്കാരായിരിക്കും പിന്നെ മന്ത്രിമാരായിട്ട് വരുന്നത്. അല്ലെ വി ഡി സതീശന് 6 പേരെ ആക്കിയിട്ട് കാര്യമില്ല, 11 മന്ത്രിമാർ വേണം. അപ്പൊ ഈ ബാക്കിയുള്ള ഗ്രൂപ്പിൽ നിന്ന് എടുക്കേണ്ടി വരും, കെ സിയുടെ ഗ്രൂപ്പിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ. അപ്പോൾ അവരറിയും പിന്നെ അവൻ വിളിക്കും നിങ്ങൾ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറയും. അപ്പോൾ വല്ല ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ഷോക്കോസ് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം വി ഡി സതീശനാണെങ്കിൽ പഴയ ആ വീറ്റോ പവർ ഒന്നുമില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ഇവർ രണ്ടുപേരും പറഞ്ഞാൽ മതി, കഴിഞ്ഞു. ഏത് മന്ത്രിക്കാണെങ്കിലും ഈ പറയുന്ന മുഖ്യമന്ത്രിയെ അനുസരിക്കണം എന്ന നിയമമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? വകുപ്പുകൾ മൊത്തം താളം തെറ്റും, കേരളത്തിന്റെ ഭരണ സംവിധാനം എൻ്റെ താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വിസ്മയം എന്നൊക്കെ പറഞ്ഞിട്ട് AP അനിൽകുമാറിനെ വിളിച്ചിരുന്ന അങ്ങ് ഭൂലോക മണ്ഡത്തരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ.